പ്രധാനമന്ത്രി കാണുന്നു. ആ ദൃശ്യങ്ങൾ അദ്ദേഹം കൈ ഉയർത്തി കാണിക്കുകയാണ്, ജനങ്ങളെ അഭിവാദ്യം ചെയ്യുകയാണ്. അദ്ദേഹം ഇറങ്ങി വരികയാണ്. പ്രധാനമന്ത്രി വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. വലിയ സന്തോഷത്തിലും ആഹ്ലാദത്തിലും തന്നെയാണ് പ്രവർത്തകർ. ഈ ദൃശ്യങ്ങൾ ദൂരെ നിന്ന് കാണുമ്പോൾ ഇവിടെ ടെക്നിക്കലിയുടെ പുറത്ത് നിൽക്കുന്ന പ്രവർത്തകരൊക്കെ തന്നെ വലിയ സന്തോഷത്തിൽ തന്നെയാണ്. പ്രധാനമന്ത്രി താഴേക്ക് ഇറങ്ങുകയാണ്. വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അദ്ദേഹത്തെ സ്വീകരിക്കാൻ താഴെ നിൽക്കുന്നത് മുഖ്യമന്ത്രിയും ഒപ്പം തന്നെയും ഗവർണർ ഒഴികെ സംസ്ഥാനത്തെ പ്രോട്ടോകോൾ പ്രകാരമുള്ള എല്ലാ പ്രതിനിധികളും, സംസ്ഥാന സർക്കാർ പ്രതിനിധികളൊക്കെ തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ എത്തുന്നു. ടെക്നിക്കൽ ഏരിയയുടെ പ്രധാന കവാടം തുറന്നിരിക്കുകയാണ്. ആ പ്രധാന കവാടം ഇപ്പോൾ പൈലറ്റ് വാഹനം പുറത്തേക്ക് ഇറങ്ങി വരുന്നു. പൈലറ്റ് വാഹനം പുറത്തേക്ക് ഇറങ്ങി വരാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. അതിനുശേഷമാകും ഇപ്പോൾ എന്തായാലും അല്പസമയത്തിനുള്ളിൽ പ്രധാനമന്ത്രി പുറത്തേക്ക് ഇറങ്ങുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രധാനമന്ത്രി വലിയ രീതിയിലുള്ള സുരക്ഷാ സജ്ജീകരണം ഒരുക്കുന്നു. ആ കവാടം അതായത് ടെക്നിക്കൽ ഏരിയയുടെ പ്രധാന കവാടം ഇപ്പോൾ തുറന്നിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ആ പൈലറ്റ് വാഹനം ഇപ്പോൾ മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പൈലറ്റ് വാഹനത്തിന്റെ പുറകെ തന്നെ പ്രധാനമന്ത്രി സഞ്ചരിക്കുന്ന വാഹനവും എത്തും. പക്ഷേ നമുക്ക് ഇവിടെ പ്രവർത്തകർ വലിയ രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ, ആഹ്ലാദ പ്രകടനമൊക്കെ അഭിവാദ്യം, പ്രധാനമന്ത്രിക്ക് അഭിവാദ്യം വിളിച്ചുകൊണ്ട് പ്രവർത്തകരുടെ വലിയ രീതിയിലുള്ള ഹർഷാരവം തന്നെ നമുക്ക് കാണുന്നു. ഈ പൈലറ്റ് വാഹനങ്ങൾ ഓരോന്നായി മൂവ് ചെയ്യുകയാണ്. ആ വാഹനത്തിന്റെ തൊട്ടുപുറകെ തന്നെ പ്രധാനമന്ത്രി കേരളത്തിന്റെ ഒരു നാടിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം പദ്ധതി, അന്താരാഷ്ട്ര തുറമുഖം, അത് രാജ്യത്തിന് സമർപ്പിക്കാൻ ആ സ്വപ്ന നിമിഷത്തിനായി പ്രധാനമന്ത്രി എത്തിയിട്ടുണ്ട്. എത്തിയ പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ എല്ലാ ബഹുമതികളോടും ആചാരങ്ങളോടും കൂടി തന്നെ സർക്കാർ സ്വീകരിക്കുന്നു. മുഖ്യമന്ത്രി അടക്കം നേതാക്കളൊക്കെ തന്നെ എത്തി പ്രധാനമന്ത്രി ചെയ്യുന്നത്. ആ വാഹനം കൃത്യമായി കാണുന്നു. പ്രധാനമന്ത്രി വരുന്ന വാഹനമാണ്. അതിൽ പ്രധാനമന്ത്രിയെ കാണാൻ വലിയ ആഹ്ലാദമാണ്. ഇവിടെ പ്രവർത്തകരൊക്കെ തന്നെ പ്രധാനമന്ത്രി അഭിവാദ്യം സ്വീകരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ വാഹനം എന്നാൽ വളരെ പതുക്കെ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ വാഹനം മൂവ് ചെയ്യുന്നത്. കാരണം എല്ലാവരെയും അഭിവാദ്യം സ്വീകരിക്കാനായി പ്രധാനമന്ത്രി എല്ലാവരെയും അഭിവാദ്യം സ്വീകരിക്കുകയാണ്. അദ്ദേഹം കൈകൂപ്പി എല്ലാവർക്കും അഭിവാദ്യം സ്വീകരിച്ച് പ്രധാനമന്ത്രി എല്ലാവരെയും അഭിവാദ്യം സ്വീകരിച്ചു. പ്രധാനമന്ത്രിയുടെ വാഹനം കടന്നുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. വഴിനീള BJP പ്രവർത്തകർ വലിയ രീതിയിലുള്ള അദ്ദേഹത്തെ സ്വീകരിക്കാനായി പ്രത്യേക ഓരോ പ്രദേശങ്ങളിലും, അതായത് ഇവിടെ നിന്ന് ശംഖുമുഖത്ത് നിന്ന് ചാക്ക, വെള്ളയമ്പലം, പേട്ട, ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെയും അദ്ദേഹത്തെ